പാലാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം രൂക്ഷമായിരിക്കെ എൻസിപിയുടെ പൊതുപരിപാടി ഇന്ന് കോട്ടയത്ത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. എൻസിപി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തോമസ് ചാണ്ടി അനുസ്മരണ യോഗത്തിലാണ് ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നത്. സുർജിത്താണ് ചേരുന്നത്. സുർജിത്ത്, ഉമ്മൻചാണ്ടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ചടങ്ങ്? മറ്റു വിവരങ്ങൾ. ഗോപി, അല്പസമയത്തിനകം തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള യോഗമാണ് ചേരുന്നത്. ഈ യോഗത്തിലാണ് ഉമ്മൻചാണ്ടി ഉദ്ഘാടകനായി എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയുടെ ഭാഗമായി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം പാലാ സീറ്റിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത ഇടതുമുന്നണിയിൽ വളരെ ശക്തവും രൂക്ഷവുമായ രീതിയിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസിൻ്റെ വരവോടുകൂടി തന്നെ ഈ പാലാ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക NCPക്കുണ്ട്. അതോടൊപ്പം തന്നെ CPI ഉൾപ്പെടെ CPIയും കാഞ്ഞിരപ്പള്ളി സീറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മാണി സി കാപ്പൻ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സമീപനം കൂടി സ്വീകരിച്ച സ്ഥിതിക്ക് പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു അഭിപ്രായം നിലനിൽക്കുമ്പോൾ ഒരുപക്ഷേ മുന്നണി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ മാണി സി കാപ്പനോട് ഉന്നയിച്ചു. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് തങ്ങൾ നിലവിൽ LDFിലാണല്ലോ എന്ന ഒരു മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിനർത്ഥം മുന്നണി വിടുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ഒരു നിലപാട് അദ്ദേഹം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ പൊതുപരിപാടി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറി വരികയാണ്. ഉമ്മൻചാണ്ടി കൂടാതെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് VN വാസവൻ അടക്കമുള്ള CK ശശിധരൻ അടക്കമുള്ള CPIയുടെയും CPMൻ്റെയും നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്വാഭാവികമായും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായാണോ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. എന്തുതന്നെയായാലും അല്പസമയത്തിനകം കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഈ തോമസ് ചാണ്ടി അനുസ്മരണം തുടങ്ങും. ശരി. BJPയിലെ ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക്. ശോഭാ സുരേന്ദ്രനെതിരെ പരാതിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്ത് വന്നു. സൈത്താണ് ചേരുന്നത്. സൈത്ത്, എന്തൊക്കെയാണ് പരാതി? കേന്ദ്ര നേതൃത്വത്തിനാണോ പരാതി നൽകിയത്? ഇത് അടുത്ത തലത്തിലേക്ക് കടക്കുകയാണോ തർക്കങ്ങൾ? എന്താണ് വിവരങ്ങൾ? ഗോപി, BJPയിലെ സംഘടനാ പ്രതിസന്ധിക്ക് ഒട്ടും അയവില്ല. ശോഭാ സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പരാതിയുമായി രംഗത്തെത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കാരണമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എവിടെയും സജീവമായില്ല. നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രന്റെ ഈ രീതി അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ നിലപാടുകളാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ RSS സംസ്ഥാന ഘടകത്തെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ മറ്റൊരു വിഭാഗം, അതായത് ശോഭാ സുരേന്ദ്രനൊപ്പമുള്ളവർ മറ്റൊരു പരാതി ദേശീയ നേതൃത്വത്തിന് നൽകിയിരുന്നു. അതായത് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇവർ ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ആണ് മറ്റൊരു പരാതി കൂടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നൽകുന്നത്. സ്വാഭാവികമായും ഈ സംഘടനാ പ്രതിസന്ധി രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടാണ് നിർണായകം. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വിമത നേതാക്കളെ അടക്കം ഡൽഹിക്ക് ചർച്ചയ്ക്ക് വിളിപ്പിക്കാനാണ് സാധ്യത. എന്തായാലും സംഘടനാ പ്രതിസന്ധിക്ക് അയവുണ്ടായിട്ടില്ല. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന പരിവാർ സംഘടനകളുടെയും BJP കോർ കമ്മിറ്റി അംഗങ്ങളുടെയും സംയുക്ത യോഗത്തിലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്നു. എന്തായാലും വലിയൊരു സംഘടനാ പ്രതിസന്ധി BJPയിൽ തുടരുകയാണ്. ശരി. ഹരിപ്പാട് നഗരസഭയിൽ വിജയിച്ച ശേഷം വോട്ടർമാരെ വെല്ലുവിളിച്ച CPM നേതാവ് S കൃഷ്ണകുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനു ശേഷം സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് കൃഷ്ണകുമാർ വോട്ടർമാരെ വെല്ലുവിളിച്ചത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പരസ്യ ശാസന നടത്താനാണ് തീരുമാനം. തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാർ മാപ്പപേക്ഷ നൽകി. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്